Hey everyone, it's me Rahul. Welcome to Richa Talks. വെൽക്കം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് അനാലിസിലോട്ട് പോവാം നിഫ്റ്റിയുടെ. ഓക്കെ, ഓക്കെ നിഫ്റ്റി നിഫ്റ്റി ഇന്നലത്തെ ഒരു പുൾ ബാക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ലാസ്റ്റ് മീൻസ് ഒരു മേ ബി ഒരു ഹെയർ ലോ ആകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഐ ഷോ യു സംതിങ്. ഞാൻ ചിലത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഡെയിലി, അതാണ് നമ്മൾ ഡെയിലി ഒരു വലിയ ടൈം ഫ്രെയിമിൽ ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് മന്ത്ലിയിലോട്ട് പോവാം. മന്ത്ലിയിലോട്ട് പോകുമ്പം ഓക്കെ, മന്ത്ലി നിഫ്റ്റി ഈസ് ഗുഡ്, ഇസ് ലുക്കിംഗ് ഗുഡ്. ഒരു ലാസ്റ്റ് മന്തിന്റെ മുകളിലാണ് സ്റ്റിൽ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പം നിഫ്റ്റി ഇനി മുകളിലോട്ടൊന്നും പോകാൻ ചാൻസ് ഉണ്ട്. മേ ബി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് മന്ത് സ്റ്റിൽ ഗോയിങ് ആണ്, മന്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഗുഡ്. വീക്ക്ലി നിഫ്റ്റി ഈസ് ക്രിയേറ്റിംഗ് ഡോജി എന്ന് പറയാം. ബട്ട് വീക്കിലിയും നിഫ്റ്റിയുടെ കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ഗോയിങ് ആണ്. സോ വീക്കിലി നമുക്ക് എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡേയിലോട്ട് പോവാം. വാട്ട് ഈസ് ഡേ? ഡേയിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഡേയിൽ നമ്മൾ ഈ കാണുന്നത് ഒരു കാൻഡിൽ പാറ്റേൺ ആണ് അല്ലെ, ഒരു 2 കാൻഡിൽ പാറ്റേൺസ്. അതായത് ഒരു ബിയറിഷ് ഹറാമി അല്ലെ, ഒരു ബിയറിഷ് ഹറാമിയാണ് ഈ കാണുന്നത്, ബിയറിഷ് ഹറാമി. അപ്പം ബിയറിഷ് ഹറാമി ആവുമ്പോൾ ഇന്നലെ നിഫ്റ്റി എന്താ ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് ജസ്റ്റ് കണ്ട് ഒന്ന് പോകാൻ മുകളിൽ ശ്രമിച്ചു, പക്ഷെ നേരെ താഴോട്ട് വന്നു. പക്ഷെ ബിയറിഷ് ഹറാമി ആവുമ്പം രണ്ട് കൺഫർമേഷന് വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്നുകിൽ ഈ ലോ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ ഇതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് എങ്ങനെയാ ട്രേഡ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ബട്ട് ദ കാൻഡിൽ പാറ്റേൺ ഈസ് ഷോയിങ് ഇറ്റ് ഈസ് ബിയറിഷ് ഹറാമി. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് 1 അവറിലോട്ട് പോകാം, 50 മിനിറ്റ്സിലോട്ട് പോകാം. ഓക്കെ, 50 മിനിറ്റ്സിൽ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം, അതൊരു റിവേഴ്സ് പോകണം, ഇതിന്റെ മുകളിലോട്ട് പോകണം. പക്ഷെ ഇതിന്റെ മുകളിലോട്ട് പോവല് അതിന്റെ മുകളിൽ പോവാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ശരി, ഒരു 20-30 പോയിന്റ്സ് എടുക്കുന്ന ഇൻട്രാഡേ ട്രേഡറിന് അതിന്റെ കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വേറെ കാര്യം നോക്കാം. നമുക്ക് ഇതാ ഈ ഹൈ ഏതാണ്? ഈ ഹൈ ജസ്റ്റ് 1 ഡേയിലോട്ട് ഇടാം. ഈ ഹൈ ഇത് ഡിസംബർ ഹൈ എന്നാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ജനുവരി 1. ഓക്കെ, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ഹൈ, അതായത് ജനുവരി മാസത്തെ ഹൈ. ഈ ഹൈ ബ്രേക്ക് ചെയ്താലും നമുക്ക് നിഫ്റ്റി താഴോട്ട് വരും എന്ന് നമുക്കിന്ന് മേ ബി നമുക്ക് പറയാൻ കഴിയും. 24,200 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നിഫ്റ്റിക്ക് ഈ ഹൈ നമുക്കൊരു എന്താ പറയാ, ഒരു ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം ഫോർ ഡേ ട്രേഡിങ്. അപ്പൊ നമുക്ക് ഈ ഹൈ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം. നമുക്ക് ഈ ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദിസ് ഹൈ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഏത് ഹൈ ആണ്? ഇത് ഫെബ്രുവരി ഹൈ ആണ്. ഓക്കെ, ദിസ് ഓൾസോ മാർച്ച് ഹൈ ഫെബ്രുവരി ഹൈയും സെയിം ആണ്. അപ്പം ഇത് നമ്മുടെ 2 ടാർഗറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് തരാം. എന്നിട്ട് നേരെ 15 മിനിറ്റ്സിലോട്ട് ജസ്റ്റ് പോകാം ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ്. ഓക്കെ ഇതവിടെ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് തരാം. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് ഉറപ്പായിട്ടും താഴോട്ടുള്ള ഈ ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഹൈ, ഇത് നമ്മൾ ഒരുപാട് വട്ടം നമ്മുടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ് അല്ലെ. ഇതിന്റെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇത് കൊടുത്തേക്കാം. ഈ ഒരു ഏരിയ മാർക്കറ്റ് ഒരുപാട് വട്ടം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ഓർമ്മയുണ്ടോ, ലാസ്റ്റ് ഒരു മന്ത്, ഒരു ഏകദേശം 2 വീക്സ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് അന്ന് പെട്ടെന്ന് ന്യൂസ് റീസൺ മാർക്കറ്റ് താഴോട്ട് പോയെങ്കിലും അത് ഫുള്ളി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നമ്മുടെ 25,000 എന്നുള്ള ആ ഒരു ഡിസംബർ ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, തിരിച്ച് താഴോട്ട് പോയിരുന്നു. തിരിച്ച് ഇതിന്റെ ഇടയിൽ തന്നെ പോയി. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു എന്താ പറയാ, ഒരു നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കണം ഞാൻ പറയുന്നില്ല. ആസ് പെർ മൈ വിഷൻ നമുക്കിതാ ഈ
24,600. ഓക്കെ, ഇത് നമുക്കൊരു നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ദിസ് ഈസ് എ നോ ട്രേഡിംഗ് സോൺ ഫോർ മീ. ഓക്കെ, ഇത് നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ദിസ് ഇസ് നോ ട്രേഡിംഗ് സോൺ. ഇത് നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ അങ്ങനെ അവിടെ നമുക്ക് 24,800 ഉള്ളൊരു ടാർഗറ്റ് വെക്കാം. 24,800 ചെറിയ ടാർഗറ്റ്, അത് കഴിഞ്ഞ് 24,900 സെക്കൻഡ് ടാർഗറ്റ് വെക്കാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്യൂ. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ, ഇവിടെ മാർക്കറ്റ് താഴോട്ട് വീഴുന്ന ടാർഗറ്റ്സ് രണ്ട് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 24,400. അപ്പം ഇതിന്റെ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, ഈ 3 ടാർഗറ്റ് നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. അപ്പം ഓക്കെ, 24,400. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഈസ് മൈ വിഷൻ, മൈ വ്യൂ. ഓക്കെ, നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ലെവൽസ് നിങ്ങൾക്ക് ഫീലിംഗ് ഗുഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് നിങ്ങളും ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ കൂടി എടുത്ത് നിങ്ങളുടെ സെറ്റപ്പിൽ ആഡ് ചെയ്ത് വെക്കാം. അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എപ്പോഴും സ്വന്തമായിട്ടൊരു വ്യൂ വേണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിലുള്ള സെറ്റപ്പിലാണ് ട്രേഡിംഗ് വന്നെങ്കിലും ട്രേഡിംഗ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ വെയിറ്റ് ഫോർ യുവർ എൻട്രി. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.